കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള റേച്ചലിനെയാണ്. അവളിപ്പോ ഒരു ബ്ലൈൻഡ് ഡേറ്റിനായിട്ട് വന്നേക്കാണ്. പക്ഷെ ഇവൾക്ക് അത്ര ഇഷ്ടത്തോടു കൂടിയല്ല വന്നേക്കുന്നത്. ഇവളുടെ ഫാമിലി ഫോഴ്സ് ചെയ്ത് പറഞ്ഞു വിട്ടേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു പ്രഷറിൽ വന്നേക്കുന്നത് കൊണ്ട് നല്ല ടെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ അവള് സ്വയം റേച്ചൽ, നീ ഇവിടെ വന്നേക്കുന്നത് ഒരു ബ്ലൈൻഡ് ഡേറ്റിനെ അല്ല, ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവള് സ്വയം കൂളാക്കുന്നു. പക്ഷെ മറുഭാഗത്ത് ഇവളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായിട്ടുള്ള മിസ്റ്റർ മോയാണ്. എന്നാൽ നമ്മുടെ റേച്ചലിനെ ഇവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഇവനൊന്ന് ഞെട്ടുന്നു. പെട്ടെന്ന് തന്നെ ഇവളെ കാണാതെ അവന്റെ ഫേസ് ഇവൻ കവർ ചെയ്യുന്നു. നമ്മുടെ റേച്ചലും നല്ല കൂളായിട്ട് ഇവന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇവനോട് ഇവന്റെ ഫേസ് കാണുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഇവനോട്, ഹായ് സർ, ഒരുപാട് സമയമായി വന്നിട്ട്, ഞാൻ നിങ്ങളോടൊപ്പം വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു ഡേറ്റിന് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. പക്ഷെ അപ്പോഴും മോയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. ഫേസ് ഫുള്ള് കവർ ചെയ്ത് മിണ്ടാതിരിക്കുകയാണ്. അപ്പോ ഇവളവനെ, മിസ്റ്റർ മോ, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോ ഇവൻ അവന്റെ ഫേസ് കാണിക്കുന്നു. അത് കണ്ട് ഇവളൊന്ന് ഞെട്ടുന്നു. ഇവളെ ഞെട്ടുക മാത്രമല്ല, ഇവൾക്ക് നല്ല ദേഷ്യം വരാണ്. നീ എന്താ ഇവിടെ എന്നവനോട് ചോദിക്കുമ്പോ മോ അവളോട്, എനിക്കെന്താ ഇവിടെ വന്നൂടെ, പക്ഷേ ഇത് നീ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, എന്തായാലും ദീദിയായിട്ട് നമ്മളെ കൂട്ടിച്ചേർത്തതായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവള് അവളുടെ ദേഷ്യം വന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ അവള് പെട്ടെന്ന് ആ ഒരു ടെൻഷനിൽ പോകുന്ന വഴിക്ക് അവളുടെ കാല് സ്ലിപ്പായിട്ട് വീഴാൻ പോകുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവള് താഴെ വീഴാതെ നമ്മുടെ മോ അവളെ തടഞ്ഞു നിർത്തുന്നു. അതൊരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷമായിരുന്നു. പക്ഷെ നമ്മുടെ റേച്ചൽ എഴുന്നേറ്റ് ഇവന് നല്ലത് പൊട്ടിക്കുന്നു. എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചോണ്ട് അപ്പോ നമ്മുടെ മോ ഇവളോട്, നിനക്ക് ശരിക്കും എന്താ പ്രശ്നം, നീ ഇപ്പോ ഇതും കൂടെ കൂട്ടി എന്നെ മൂന്നാമത്തെ തവണ അടിക്കുന്നത് എന്ന് പറയുമ്പോ ഇവള്, അത് നീ അർഹിക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. അപ്പോ ഇവനെ മറ്റു 2 തവണ അടിച്ചത് എന്തിനാണെന്ന് നമുക്കറിയണ്ടേ. അതിനായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതായത് ഒരു 1 വീക്ക് മുന്നേ റേച്ചൽ ഇപ്പോ ഒരു ജ്വല്ലറിയില് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അതിനു വേണ്ട ജ്വല്ലറീസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ സ്റ്റെപ്പ് മദർ ഇവളെ കോൾ ചെയ്തിട്ട്, റേച്ചൽ, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നിനക്കൊരു വലിയ പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് നാളെ തന്നെ നീ ആ ബ്ലൈൻഡ് ഡേറ്റിന് പോകണമെന്ന് പറയുന്നു. അപ്പോ ഇവർക്ക് ഓൾറെഡി തന്നെ അറിയാം ഇവൾക്ക് ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം. അപ്പോ അത് അറിഞ്ഞു വെച്ചിട്ടും ഇവരിങ്ങനെ പറയുമ്പോ ഇവള് അവരോട്, നിങ്ങൾ എന്റെ കാര്യത്തിൽ കൂടുതൽ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞാനും ലീയും തമ്മിൽ 2 വർഷത്തെ റിലേഷൻഷിപ്പാണ്, അത് ആർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഇവളുടെ ബോയ് ഫ്രണ്ടിന്റെ പേരാണ് ലീ. അപ്പോ അത് കേട്ട് സ്റ്റെപ്പ് മദർ, ശരി, നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, പക്ഷെ എന്തുകൊണ്ട് അവൻ നീ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവന്റെ ഫാമിലിയുടെ അടുത്തോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടോ അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോ ഇവള്, എന്തായാലും നാളെ അവന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ആ ഫംഗ്ഷനിൽ വെച്ച് ഞാനായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം എല്ലാവരുടെ മുന്നിലും അനൗൺസ് ചെയ്യും എന്ന് പറയുമ്പോ സ്റ്റെപ്പ് മദറും, ശരി ആയിക്കോട്ടെ, പക്ഷെ അവൻ അത് അനൗൺസ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും നീ ഞാൻ പറയുന്ന മോ ഫാമിലിയിലെ മിസ്റ്റർ മോയുമായിട്ട് ബ്ലൈൻഡ് ഡേറ്റിന് പോവാൻ തയ്യാറായിക്കോ എന്ന് പറയുന്നു. ആ ഒരു ഫാമിലി അവിടുത്തെ വലിയ ഒരു ബിസിനസ് ഫാമിലിയാണ്. അപ്പോ അത് കേട്ട് ഇവള്, മോയോ, അവനെ പോലെ ഒരു പ്ലേ ബോയെ കല്യാണം കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഏതെങ്കിലും ട്രെയിന് മുന്നിൽ ചാടിച്ചാവുന്നതാ, അത്രയ്ക്ക് ഭാഗ്യക്കേടൊന്നും എനിക്ക് എന്തായാലും ഇല്ല, ഞാൻ എന്തായാലും അവനെ പോലെ ഒരുത്തനെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ഇവളെ സംസാരിക്കുന്ന കാര്യങ്ങളെ എല്ലാം തന്നെ നമ്മുടെ മോ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ അതുവഴി പാസ് ചെയ്ത് പോവുമായിരുന്നു. അപ്പോഴാണ് തനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണ് തന്നെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നത്. അത് കണ്ട് അതിശയിച്ച് ഇവള് പറയുന്നത് കേട്ട് അവൻ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പൊ ഇവള് അവളുടെ സ്റ്റെപ്പ് മദറിനോട് തനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ലീയെ വിളിക്കുന്നു. എന്നിട്ട് അവനോട്, നീ എപ്പോഴാ ഞാനോടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം അമ്മയോട് പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ അവൻ, അതെന്തായാലും നാളെ ഞാൻ പറയാം, നമുക്ക് നാളെ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ഞാനിപ്പോ ഒരു വലിയ മീറ്റിംഗിലാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പക്ഷെ അവൻ മീറ്റിംഗിലൊന്നും അല്ല, അവൻ മറ്റൊരു പെണ്ണിനോടൊപ്പം കൊഞ്ചിക്കൊണ്ട് നിൽക്കാണ്. അവളുടെ പേര് മിയ എന്നാണ്. അവള് നമ്മുടെ റേച്ചലിന്റെയും അതേപോലെ തന്നെ ലീയുടെയും ഒരു കോമൺ ആയിട്ടുള്ള ഫ്രണ്ട് ആണ്. പക്ഷെ ഇവര് 2 പേരും റേച്ചലിനെ ചീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാണ്. അപ്പോ ലീ റേച്ചലിനോട് നാളെ അവളുടെ കാര്യം ഡിസ്കസ് ചെയ്യാം എന്ന് പറയുന്നത് കേൾക്കുമ്പോ മിയ ഇവനോട്, അപ്പൊ നീ നാളെ അവളുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ പോവാണോ, നീ അവളുടെ സന്തോഷമാണല്ലേ ആഗ്രഹിക്കുന്നത്, അപ്പൊ പിന്നെ നമുക്ക് ഈ ബന്ധം ഉപേക്ഷിക്കേണ്ടി വരുമല്ലേ എന്ന് ചോദിക്കുമ്പോ അവൻ, അവളുടെ സന്തോഷം ആരാ നോക്കുന്നത് എന്ന് പറയുന്നു. അതായത് ഇവന് അവളുടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. അങ്ങനെ അവള് ആ ഒരു ഫോണൊക്കെ വെച്ചിട്ട് ലീയുടെ അമ്മയ്ക്കുള്ള ഒരു നെക്ലസ് നോക്കിക്കൊണ്ട് നിൽക്കാണ്. അതിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം പാക്ക് ചെയ്യാനായിട്ട് സെയിൽസ് ഗേളിനോട് പറയുന്നു. പക്ഷെ ഇവളെ സംസാരിച്ച കാര്യങ്ങളെ എല്ലാം തന്നെ പുറകെ നിന്ന് മോ കേട്ടുകൊണ്ട് നിൽക്കായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവൾ ഈ ഒരു നെക്ലസ് എടുക്കാൻ പറയുമ്പോൾ അവൻ അങ്ങോട്ടേക്ക് വന്ന് അത് തനിക്ക് വേണമെന്ന് പറയുന്നു. അപ്പോ റേച്ചല് അത് കേട്ട് ഒന്നും മനസ്സിലാവാതെ, ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, സോറി എന്ന് പറയുമ്പോ അവൻ, പക്ഷെ നിങ്ങൾ ഇതിന് പേ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ സെയിൽസ് ഗേളും റേച്ചലിനോട്,
മാഡം ക്ഷമിക്കണം, ഇത് നമ്മുടെ ഗോൾഡൻ കസ്റ്റമർ ആണ്, ഇദ്ദേഹത്തിന് തന്നെ ഇത് കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നു. അപ്പൊ ഇവളുടെ ആ ഒരു ദേഷ്യം കളഞ്ഞിട്ട് വളരെ സൗമ്യമായിട്ട് സർ ഇതെനിക്ക് തന്നൂടെ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ കൊഞ്ചി ചോദിക്കുന്നുണ്ടെങ്കിലും അവനും ചിരിച്ചുകൊണ്ട് ഞാൻ തന്നേക്കാം എന്നൊരു മറുപടി പറയാൻ പോകുന്ന പോലെ വരുന്നുണ്ടെങ്കിലും അവൻ ഡയറക്റ്റ് ആയിട്ട് തരത്തില്ല എന്ന് തന്നെ പറയുന്നു. അപ്പോ റേച്ചലും എങ്കിൽ പിന്നെ ശരി, നിങ്ങൾ അതെടുത്തോ, എനിക്കത് വേണ്ട, ദേ ഇതങ്ങ് എടുത്തേക്ക് എന്ന് പറയുമ്പോ വീണ്ടും മോ അവന് അതും വേണോ എന്ന് പറയുന്നു. അപ്പൊ ഇവള് ഒന്നും മനസ്സിലാവാതെ തനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഇവൻ അവളോട് ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാളെ വെറുതെ കുറ്റം പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമാണോ, അതുകൊണ്ട് തന്നെ നീ എന്നെ വീചാറ്റിൽ ആഡ് ചെയ്തിട്ട് പബ്ലിക്കായിട്ട് എന്നോട് ക്ഷമ ചോദിക്കാനായിട്ട് പറയുന്നു. അപ്പോ ഇവൾക്ക് അത് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇവൾക്ക് അറിയില്ല ഇവളുടെ മുന്നിൽ നിൽക്കുന്നത് മിസ്റ്റർ മോയാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവാതെ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ എനിക്ക് തലയ്ക്കല്ലോ ഓളം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവൻ നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്താ മതി എന്ന് പറയുമ്പോ ഇവള് എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കാലിൽ ഒരു വലിയ ചവിട്ട് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നു. അപ്പോ ഇവൻ അവളോട് പോവരുത് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുന്ന വഴിക്ക് ഇവളുടെ കയ്യിലാണ് എന്ന് കരുതി പിടിക്കുന്നത് മറ്റൊരു ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല ദേഷ്യം വന്ന് അവന് നല്ല തുറണം പൊട്ടിക്കുന്നു. അതാണ് ഫസ്റ്റ് അടി. അപ്പോ മോ അവളോട് ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട് ഇവളോട് പക്ഷേ നിങ്ങൾ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ നല്ല ഫിഗർ തന്നെയാ എന്ന് പറഞ്ഞിട്ട് നീ നേരത്തെ പറഞ്ഞ ആന്റിക്ക് ഈ മുത്തു വെച്ചുള്ള ആഭരണങ്ങൾ ഒന്നും തന്നെ പിടിക്കില്ല എന്ന് പറയുന്നു. അപ്പോ അത് കേട്ട് ഇവള് അപ്പൊ നീ ഞാൻ പറഞ്ഞതെല്ലാം ഓളിനും കേട്ടുകൊണ്ട് നിൽക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചിട്ട് അവള് നല്ലത് ഇവനിക്ക് കൊടുക്കുന്നു. ഇവന് ആ ഒരു ലീഡ അമ്മയെ അറിയാമെന്ന് തോന്നുന്നു. അപ്പോ ഇവളുടെ ഈ ആക്രമണം സഹിക്കാതെ ഇവൻ അവളോട് നിന്നെ പോലെ ഒരുത്തിയ ആരാ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ റെഡിയാണ്, പക്ഷെ നീ എന്റെ കാല് പിടിച്ച് പറയണം എന്ന് പറയും. ഇവള് ഏതെങ്കിലും പട്ടിയെ കല്യാണം കഴിച്ചാൽ പോലും ഞാൻ നിന്നെ പോലെ ഒരുത്തനെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇവള് അവിടെ ദേഷ്യപ്പെട്ട് മാറി നിൽക്കാണ്. അവൾ ആഗ്രഹിച്ച ആ ഒരു സാധനം അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങാൻ സാധിച്ചില്ലല്ലോ. അത് മാത്രമല്ല ലീഡ് എടുത്ത് അത് വാങ്ങുന്നതിനെ പറ്റി പറയുകയും ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഇവള് ഇപ്പോ നല്ല ദേഷ്യത്തിൽ നിൽക്കാണ്. എന്നാൽ അപ്പോഴേക്കും ആ കടയിലുണ്ടായിരുന്ന ആ ഒരു സെയിൽസ് ഗേൾ വന്നിട്ട് ഇവളോട് മാഡം ഇത് നിങ്ങളുടെ തരാൻ പറഞ്ഞ് സാറ് തന്നതാണ് എന്ന് പറയുമ്പോ ഇവള് അവനോ എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോ ആ സെയിൽസ് ഗേള് മാഡം ഇതിന്റെ പൈസ എല്ലാം അദ്ദേഹം ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എന്റെ ജോലി ആയിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവളെ അത് ഏൽപ്പിച്ചിട്ട് അവരവിടെ നിന്ന് പോകുന്നു. അപ്പോ അവളത് വാങ്ങുന്നതൊക്കെ മോ മറിഞ്ഞു നിന്ന് കണ്ടുകൊണ്ട് നിൽക്കാണ്. അപ്പോ ഇവളുടെ മനസ്സിൽ ഇയാൾ എന്ത് മനുഷ്യനാണ് എന്നാണ്. കാരണം അത്രയും റൂഡായിട്ട് പെരുമാറിയിട്ട് അവസാനം ഇവൾക്ക് തന്നെയാണല്ലോ ഇവൾ ആഗ്രഹിച്ച സാധനം കൊടുത്തത്, അതും പേ ചെയ്തിട്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ റേച്ചല് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ലീയുടെ അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ലീഡ അമ്മയോടൊപ്പം കൂടെ തന്നെ മിയയും ഉണ്ട്. അപ്പൊ നമ്മുടെ റേച്ചല് അങ്ങോട്ടേക്ക് വന്ന് വളരെ സന്തോഷത്തില് അവള് ആ ഒരു വാങ്ങിയ ഗിഫ്റ്റ് ഇവർക്ക് പ്രസന്റ് ചെയ്യുന്നു. പക്ഷെ അത് ഫുള്ള് മുത്തു വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവർക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ വിചാരം അത് വല്ല ലോക്കലും ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ അവര് മുഖത്തടിച്ച രീതിയിൽ ഇവളോടത് പറയുകയും ചെയ്യുന്നു. അപ്പോ മിയ അവരോട് ആന്റി റേച്ചലിന്റെ ഇപ്പോഴത്തെ ഫാമിലി സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇവൾക്ക് ചിലപ്പോ അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നമ്മുടെ റേച്ചലിന് നല്ല ഇൻസൾട്ട് ആവുന്നു. അപ്പോ ഇവളോട് ഒന്നാമത് ഒരു ചെറിയ ഫാമിലി, അതിന്റെ കൂടെ ഇപ്പൊ താങ്ങാൻ വയ്യാത്ത കടവും, നിനക്ക് എന്റെ മുന്നിൽ വരാൻ നാണോ ഇല്ലേ എന്ന് ചോദിക്കുന്നു. ഇവന്റെ ഫാമിലി കുറച്ച് റിച്ച് ഒക്കെയാണ്. അപ്പോ അത് ഇവൾക്ക് നല്ല വിഷമാവുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻസൾട്ട് ആവുന്നുണ്ട്. അപ്പോ മിയ അത് കേട്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നു. പക്ഷെ നമ്മുടെ റേച്ചല് ലീഡ അമ്മയോട് ആന്റി ഈ നെക്ലസ് നിങ്ങൾക്ക് കണ്ടിട്ട് വെറും സാധാരണമായിട്ടാണോ തോന്നിയത്, പക്ഷേ ഇത് ഫേമസ് ഡിസൈനർ ആയിട്ടുള്ള സാനി ഡിസൈൻ ചെയ്തതാണ് എന്ന് പറയുമ്പോ അവരൊന്ന് വീഴുന്നു. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ വാല്യൂ എത്രയായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കുന്നു. പക്ഷെ മിയക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം ഇപ്പൊ ഇവള് ആ ഒരു ഫംഗ്ഷനില് ലിയെ കാത്തു നിൽക്കാണ്. പക്ഷെ അവൻ ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല. എന്നാൽ അപ്പോഴേക്കും ഇവളെ പേടിപ്പിച്ചുകൊണ്ട് നമ്മുടെ മോ അങ്ങോട്ടേക്ക് വരുന്നു. അവനും ആ ഒരു ഫംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോ അവൻ ഇവളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആന്റിക്ക് ഈ ഒരു ഗിഫ്റ്റ് ഇഷ്ടപ്പെടില്ലെന്ന്. അപ്പോ റേച്ചൽ അവനോട് ഞാൻ പോകുന്നിടത്തെല്ലാം നീ എങ്ങനെയാ വരുന്നത്, നീ നിന്റെ പൈസയ്ക്ക് വേണ്ടിട്ടാണോ എന്റെ പിന്നാലെ ചുറ്റി തിരിയുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ പൈസയോ അതാർക്ക് വേണം, അതിനെ ഞാൻ കെയർ ചെയ്യാറേ ഇല്ല, പക്ഷേ നിനക്ക് പൈസ തിരിച്ചു തന്നാലേ പറ്റൂ എന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്, നീ എന്നെ എങ്ങ എടുത്തേക്ക്, ഞാൻ അതിൽ പൊരുത്തപ്പെട്ടോളാം എന്ന് പറയുമ്പോ ഇവൾ അവനോട് നീ ശരിക്കും ഒരു വൃത്തിയോട്ടം തന്നെയാ എന്ന് പറഞ്ഞിട്ട് നല്ലതൊരെണ്ണം പൊട്ടിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ അടി. അപ്പോ ഇവൻ വീണ്ടും കൊണ്ടിട്ടും പഠിക്കാതെ അവളോട് ചെന്നിട്ട് നീ ആരെ വെയിറ്റ് ചെയ്താ ഇവിടെ നിൽക്കുന്നത്, നീ വെയിറ്റ് നിൽക്കുന്നവൻ എന്തായാലും നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ
ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പൊ ഇവന്റെ ശല്യം കാരണം ഇവള് വീണ്ടും അവന് നല്ലത് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അതേസമയം ഇവർ രണ്ടുപേരും ഇവിടെ വളരെ ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. മിയ ലിയോട് എനിക്ക് അവൾ ഇങ്ങോട്ട് വന്നിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്തൊരു ശല്യാണ് എന്ന് പറയുമ്പോ ലീ അവളോട് നീ വിഷമിക്കാണ്ടിരിക്കെ എന്റെ ഹൃദയത്തില് നിനക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചലോട് കൊഞ്ചല്. എന്നാൽ അപ്പോഴേക്കും അത് കണ്ടുകൊണ്ട് ആസ്വദിച്ച് ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ട് മോ അവിടെ വന്നിരിക്കുന്നു. ഇവനെ കണ്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് നെർവസ് ആയിട്ട് നേരെയാവുന്നു. അപ്പോ മോ അവരോട് അയ്യോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, എന്നെ കണ്ടോണ്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോ ലീ അവനോട് ഓ പിന്നെ ആരാ ഇതൊക്കെ എന്നോട് പറയുന്നത്, എന്നെക്കാളും പെൺ വിഷയത്തില് നോളജ് കൂടുതൽ നിനക്കല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോ മോ അവരോട് അയ്യോ ഇതത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ റേച്ചൽ അതുവഴി പോവുമായിരുന്നു. പെട്ടെന്ന് തന്നെ മോ അവളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. ഇവള് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ലീയും അതേപോലെ തന്നെ മിയയും ഒരുമിച്ചാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ലീ പെട്ടെന്ന് അവളോട് ഉടനെ തന്നെ നിന്റെ ബർത്ത്ഡേ വരികയല്ലേ, അതുകൊണ്ട് നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഞങ്ങൾ രണ്ടും കൂടെ ഡിസ്കസ് ചെയ്യായിരുന്നു എന്ന് പറയുന്നു. അവളും അത് വിശ്വസിക്കുന്നു. റൈസില് എന്നിട്ട് മിയയുടെ അടുത്ത് നിന്റെ ഫിയാൻസി പുറത്തുനിന്ന് നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് എന്ന് പറയുന്നു. അവൾക്കും ഓൾറെഡി ഫിയാൻസി ഉണ്ട്. അപ്പോ അവളും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് മോയുടെ അടുത്തും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് പറയുന്നുണ്ട്, അവർക്ക് തമ്മിൽ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ. പക്ഷെ അവൻ അവിടെ നിന്ന് പോവില്ല എന്ന് തീർത്ത് പറയുന്നു. അവനോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കി റൈച്ചല് ലീയുടെ അടുത്ത് നമ്മുടെ റിലേഷൻ തുടങ്ങിയിട്ട് 2 വർഷമായി, ഇന്നെങ്കിലും എല്ലാവരുടെ മുന്നിലും ഇത് നമുക്ക് അനൗൺസ് ചെയ്യണം എന്ന് പറയുമ്പോ ലീ കുറച്ച് നെർവസ് ആയിട്ട് എന്തിനാ എല്ലാവരുടെ മുന്നിൽ ഇത് പബ്ലിക് ആക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കാര്യം പറയാൻ പറ്റിയ സമയം ഇതല്ലെന്നാ. ഇപ്പൊ നമ്മൾ ഈ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും, ആൾക്കാർക്ക് ചിന്തിക്കാനായിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവള് നീ എന്തിനാ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നത് ചിന്തിക്കുന്നത്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്ന് ചോദിക്കുന്നു. പക്ഷെ ലീ ഇവൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നില്ല. എന്നാൽ അപ്പോഴേക്കും മോ ഇവരെ രണ്ടുപേരെയും കളിയാക്കി എന്ത് നല്ല ബന്ധമാണ്, ട്രൂ ലവ് ആണല്ലേ നിങ്ങളുടേത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമ്പോ അവൾക്ക് ഒന്നാമത് ദേഷ്യം വന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പില്ലോ എടുത്ത് ഇവനെ എറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോ മോ അവളോട് എടി നിനക്ക് ആള് മാറി പോയതാണോ എറിഞ്ഞത്, ശരിക്കും നീ എന്നെയല്ല ഇവനെ അല്ലായിരുന്നോ എറിയേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അതിനുശേഷം ഇപ്പോ അവള് അവളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവളുടെ അച്ഛനും സ്റ്റെപ്പ് മദറും കൂടി വന്നിട്ട് എന്തായി മോളെ, ലീ അവന്റെ ഫാമിലിയോട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പോ റേച്ചല് ലീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇല്ലച്ച അവൻ പയ്യെ പറഞ്ഞോളാന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് മദർ നിനക്ക് അവൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ സമാധാനത്തോടെ ആയിരിക്കാം എടുക്കാൻ പറ്റുന്നത്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, നമ്മുടെ ഫാമിലി സിറ്റുവേഷൻ ഇപ്പോ ഒട്ടും ശരിയല്ല, അതുകൊണ്ട് തന്നെ നീ മിസ്റ്റർ മോയോ ആയിട്ട് ഡേറ്റിന് പോകാൻ തയ്യാറായിക്കോളാൻ പറയുന്നു. പക്ഷെ നമ്മുടെ റേച്ചല് കേൾക്കുന്നില്ല, അവള് പോവില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോ ഈ സ്റ്റെപ്പ് മദർ അഭിനയിക്കാനായിട്ട് തുടങ്ങുന്നു. അവരുടെ ഹസ്ബൻഡിനോട് നമുക്ക് എന്തുമാത്രം കടമാണുള്ളത്, ഇതൊക്കെ ഏത് കാലത്ത് തീർക്കാൻ സാധിക്കുന്നത്, ഇപ്പോ നിങ്ങളുടെ ഹെൽത്തും ഒട്ടും ഓക്കെ അല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ നടുതെരുവിൽ ഇറങ്ങി നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അവളുടെ അച്ഛനും സുഖമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോ ഇവള് അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ച് ഓടിച്ചെല്ലുന്നു. അപ്പോ അച്ഛൻ അവളോട് ഞാൻ ഒരിക്കലും നിന്നെ ഫോഴ്സ് ചെയ്യില്ല മോളെ, നിനക്കുള്ള എഡ്യൂക്കേഷനും കഴിവും ടാലന്റും വെച്ച് നോക്കുകയാണെങ്കിൽ ലിയ പോലെ ഒരുത്തൻ ഒരിക്കലും നിനക്ക് മാച്ച് അല്ല, തീർച്ചയായും മിസ്റ്റർ മോ നിനക്ക് മാച്ച് ആയിട്ടുള്ള വോർത്തിയായിട്ടുള്ള ഒരു പയ്യനായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ സ്റ്റെപ്പ് മദറും അതെ മിസ്റ്റർ മോയെ ഇന്ന് വരെ ആരും കണ്ടിട്ട് പോലുമില്ല, ആ വ്യക്തിയെ കാണാൻ കിട്ടുന്നത് തന്നെ നമുക്കൊരു ഭാഗ്യമല്ലേ, തീർച്ചയായും നമ്മുടെ കുടുംബം ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ ഫാമിലി സിറ്റുവേഷൻ എത്ര മോശമാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ അവരോട് ഓക്കെ പറയുന്നു. ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാമെന്ന് സമ്മതിക്കുന്നു. അപ്പോ അതേസമയം ഇവിടെ മോ അവന്റെ വീട്ടിലേക്ക് എത്തുമ്പോ അമ്മ ഒന്നും മിണ്ടാതെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവൻ അടുത്തേക്ക് ചെന്ന് എന്ത് പറ്റി അമ്മേ, സാധാരണ ഇങ്ങനെയല്ലല്ലോ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ബഹളം വെക്കാൻ തുടങ്ങുന്നതല്ലേ, ഇപ്പൊ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ അമ്മ ഇവനോട് നീ നാളെ തന്നെ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോവാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോ മോ ഉടനെ തന്നെ അവന്റെ സ്വഭാവം മാറ്റി ഇല്ല ഞാൻ പോവില്ല എന്ന് പറയുന്നു. അപ്പോ അമ്മ നിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോ പോലും ഇവൻ അത് കേൾക്കാതെ നിൽക്കാണ്. അപ്പോ അമ്മ വീണ്ടും മിസ് റൈച്ചലിനോട് ഞാൻ നാളെ ആ കഫേയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ ആ പെൺകുട്ടിയുടെ മുന്നിൽ ഞാൻ നാണം കിടുമല്ലോ എന്ന് ചോദിക്കുമ്പോ ആര്, റൈച്ചലോ എന്ന് മോ അമ്മയോട് ചോദിക്കുന്നു. അപ്പൊ അമ്മയും അതെ സെങ് ഫാമിലിയിലെ മൂത്ത പെൺകുട്ടിയാണ്, പഠിത്തത്തിലൊക്കെ അവള് ടോപ്പായിരുന്നു, മാത്രമല്ല കാണാൻ സുന്ദരിയും ടാലന്റഡും, അവൾക്ക് തീർച്ചയായും നിന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോ ഉടനെ തന്നെ മോ അമ്മയോട്
ഞാൻ എന്തായാലും തീർച്ചയായും നാളെ പോയിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിലേക്ക് ഇവര് രണ്ടുപേരും എത്തിയത്. അപ്പോ ഇവനെ ഇപ്പൊ മൂന്നാമത് തല്ലിയിട്ട് ഇവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ മോ അവളെ തടഞ്ഞിട്ട് നമ്മൾ ഇതുവരെയും നമ്മുടെ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സോ നിനക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാൻ സാധിക്കില്ല. അപ്പോ റേച്ചൽ അവനോട് ഞാൻ നിന്നോട് മുന്നേ തന്നെ പറഞ്ഞതല്ലേ ഞാനൊരു പട്ടിയെ കല്യാണം കഴിച്ചാലും നിന്നെ പോലെ ഒരു തന്നെ വിവാഹം കഴിക്കില്ലെന്ന്. അപ്പോ മോ അവളോട് ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ലീ എത്രക്കാരനാണെന്ന് നിനക്കറിയാമോ? അവനെ പോലെ ഒരു തന്നെ നീ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ അവൻ നല്ലൊരു യൂണിവേഴ്സിറ്റി നിന്നാണ് ഡിഗ്രി എടുത്തിട്ടുള്ളത്. മാത്രമല്ല ചെറു പ്രായത്തിൽ തന്നെ അവന്റെ ബിസിനസ് അവനെ കൊണ്ട് ആവുന്നവണ്ണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ലാണ്ട് നിന്നെ പോലെ തിന്നും കുടിച്ചും നടക്കുകയല്ല എന്ന് പറയുമ്പോ ഓ അങ്ങനെയാണല്ലേ, എങ്കിൽ പിന്നെ അവന്റെ ശരിക്കുള്ള ഫേസ് ഞാൻ നിനക്ക് കാണിച്ചു തരാം, അപ്പോഴും നീ അവനെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവളെ വലിച്ചെടുത്തോണ്ട് ഒരു ക്ലബിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. എന്നിട്ട് ഇവളോട് നിന്റെ ബോയ് ഫ്രണ്ടിന്റെ അണ്ടർഗ്രൗണ്ട് ഗേൾഫ്രണ്ട് ആരാണെന്ന് നിനക്ക് അറിയില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. അവൻ എപ്പോഴും അവളെയും കൂട്ടി ഇങ്ങോട്ടാ വരാറുള്ളത്. അങ്ങനെ റേച്ചലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി അകത്തോട്ട് വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച അവര് രണ്ടുപേരും കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. അത് കണ്ട് ഇവള് ഷോക്കായി. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അവര് പെട്ടെന്ന് എഴുന്നേറ്റ് മാറിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവളെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോ റേച്ചല് അവരോട് നീയൊക്കെ എന്നെ വല്ല ബ്ലൈൻഡ് ആയിട്ടാണോ വിചാരിച്ചിരിക്കുന്നത്, നീയൊക്കെ ചെയ്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പറയുമ്പോ ഇവര് രണ്ടുപേരും വലിയ അഹങ്കാരത്തില് തന്നെ അതെ നീ കണ്ടത് ശരിയാണ്, നിനക്കിപ്പോ എന്താ ചെയ്യാൻ സാധിക്കുക, ഞങ്ങളെ രണ്ടുപേരും ഇഷ്ടത്തിലാണ്, ഞങ്ങളെ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യാനുള്ള യാതൊരുവിധ അധികാരവും നിനക്കില്ല, അതിനുള്ള കഴിവുമില്ല എന്നൊക്കെ മിയ വലിയ അഹങ്കാരത്തില് സംസാരിക്കുന്നത് നമ്മുടെ റേച്ചല് മിയയ്ക്ക് ഒരു ഫിയാൻസി ഉണ്ടല്ലോ അവനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മിയ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം റേച്ചല് ആ ഒരു മിയയുടെ ഫിയാൻസിയോട് നീ കേട്ടില്ലേ ഇവളെ പറഞ്ഞത്, ഇതാണ് നിന്റെ ഗേൾഫ്രണ്ടിന്റെ തനിക്കോണം, മനസ്സിലായില്ലേ, ഇവര് രണ്ടുപേരും ചീറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു എന്ന് പറയുമ്പോ ആ ഫിയാൻസി അവളോട് പറഞ്ഞേക്ക് ഞാൻ അവളെ ശരിക്കും കാണുന്നുണ്ടെന്ന്, അവളെന്റെ തനിക്കോണം അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ഇവളെ വലിയ കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇവളെ നല്ലോണം തന്നെ പേടിക്കുന്നു. കാരണം ലീയോടൊപ്പം അത് ഒരു സൈഡ് ബിസിനസ് മാത്രമായിരുന്നല്ലോ. പക്ഷെ ലീക്ക് അതൊക്കെ കണ്ടിട്ട് വലിയ കൂസലൊന്നും ഇല്ലാതിരിക്കാണ്. മിയ റേച്ചലിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ടെങ്കിലും റേച്ചല് അവൾക്ക് നല്ലത് പൊട്ടിക്കുന്നു. റേച്ചല് അവളെ തല്ലിയിട്ടും ലീ നോക്കിക്കൊണ്ട് നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവളെ ഒന്നും പറയാനോ പ്രതികരിക്കാനോ ഒന്നും തന്നെ എഴുന്നേറ്റ് പോകുന്നില്ല. അത് കണ്ട് മിയ നിന്നെ പോലെ ഒരു യൂസ്ലെസ്സിനെ ആണല്ലോ ഞാൻ കൊണ്ടു നടന്നത് എന്ന് ചോദിച്ചിട്ട് റേച്ചലിനോട് ദേഷ്യപ്പെടുന്നു. ഇവര് രണ്ടുപേരും അത് കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കാണ്. അവര് തമ്മിലുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളും ഒക്കെ. പക്ഷെ റേച്ചല് മിയെ വിരട്ടി അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. അവളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ ഇവര് 3 പേര് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം റേച്ചല് മോയോട് നീ ഇവിടെ നിന്ന് പോയേ, എനിക്ക് ഇവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോ മോ ആദ്യം പോവാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ഇവളൊന്ന് കടിപ്പിച്ച് പറയുമ്പോ അവൻ അപ്പോഴേ ഓടി ഇറങ്ങി അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം റേച്ചല് ലീയോട് ഒന്നും തന്നെ ചോദിക്കുന്നില്ല, വളരെ സൈലന്റ് ആയിട്ട് നല്ല ദേഷ്യത്തിലിരിക്കാണ്. അപ്പോ ലീ ഇവളോട് റേച്ചൽ എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോ ഇവള് ഞാൻ നിനക്ക് ഒരവസരം തരും, എന്താണിപ്പോ സംഭവിച്ചുവെന്ന് നീ തന്നെ പറയേ എന്ന് പറയുമ്പോ അവൻ എനക്കറിയാവുന്നതല്ലേ ഞാൻ വളരെ നല്ല വ്യക്തിയാണെന്ന്, അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ വളയ്ക്കാൻ ശ്രമിക്കുക, അങ്ങനെ സംഭവിച്ചു പോയതാ ഇതും എന്ന് പറയുമ്പോ റേച്ചൽ അവനോട് എങ്കിൽ പിന്നെ നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് തീർത്തും പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോ ലീ അവളോട് ഞാൻ എങ്ങനെ അവളോടത് പറയാ, അവള് നിന്റെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് വെറുപ്പിക്കണ്ടെന്ന് കരുതിയ, നമ്മള് 2 സൈഡ് നോക്കണ്ടേ എന്ന് പറയുമ്പോ റേച്ചലിന് ദേഷ്യം വന്ന് അവള് കയ്യിലുണ്ടായിരുന്ന മദ്യം എടുത്ത് ഇവന്റെ ഫേസിലോട്ട് ഒഴിക്കുന്നു. അപ്പോ ഇത്രയും നേരം ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഇവന്റെ സ്വഭാവം മാറുന്നു. അവന്റെ തനിക്കോണം പുറത്തെടുത്തിട്ട് ഇവളോട് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഇങ്ങനെ ചെയ്യൂടി, നിന്റെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നിനക്ക് എന്റെ ചെരുപ്പ് നക്കാനുള്ള അർഹത പോലും ഇല്ല എന്ന് പറയുമ്പോ ഇവനോട് അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. അങ്ങനെ അവനും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പക്ഷെ ഇവള് നല്ല വിഷമത്തില് സങ്കടത്തിലൊക്കെ വളരെയധികം മദ്യം കഴിച്ച് ഫുള്ള് കിടന്ന് കരയാണ്. ഇവള് വളരെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണല്ലോ, മാത്രമല്ല തന്റെ സുഹൃത്തും കൂടെ ചേർന്നാണ് തന്നെ ചതിച്ചത്. അതൊക്കെ ആലോചിച്ച് ഫുള്ള് കരഞ്ഞ് നിലവിളിച്ച് ഇവള് ഒരുപാട് മദ്യം കഴിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും മോ ഇവളുടെ അടുത്തേക്ക് വന്ന് നീ എന്താ കരയാണോ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ പറ, ഞാനാണോ ബെറ്റർ അതോ നിന്റെ ഈ ബോയ് ഫ്രണ്ട് ആണോ ബെറ്റർ, നീ സത്യം പറയുകയാണെങ്കിൽ മേ ബി വേണമെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റേച്ചല് അതൊന്നും കേൾക്കാതെ ഫുള്ള് കരഞ്ഞോണ്ടിരിക്കാണ്. അപ്പോ മോ അത് കണ്ട് അവനെ കൊണ്ടാവുന്ന വിധം അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ എന്തിനാണ് അവനെ പോലെ ഒരുത്തിന് വേണ്ടി കരയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അവൾക്ക് അപ്പോഴും സങ്കടം മാറാതെ ഇവന്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് കിടന്ന് കരയാണ്. എന്നിട്ട് ഇവളിങ്ങനെ കൈ കാണിക്കുന്ന സമയത്ത് ഇവൻ വിചാരിക്കുന്നത് ഇവൻ
ഇവന്റെ കൈയോട് ചേർത്ത് പിടിക്കാനായിരിക്കും എന്ന് കരുതി അവൻ കൈ കോർക്കാനായിട്ട് പോകുമ്പോ എടാ പോട്ട ആ ടിഷ്യൂ പേപ്പർ എടുത്തു തരാനായിട്ട് പറയുന്നു. അങ്ങനെ ടിഷ്യൂ ഒക്കെ വാങ്ങിയിട്ട് ഇവളെ ഫുള്ള് കണ്ണീരൊക്കെ തുടച്ചു കളഞ്ഞിട്ട് ഇവനെ പിടിച്ചിട്ട് ഇവിടെ നടന്നതെങ്ങാനും നീ പുറത്താരോടെങ്കിലും പറഞ്ഞാലോ നിന്റെ തല ഞാൻ എടുക്കും എന്ന് പറഞ്ഞ് ഇവനെ പിടിച്ചു തള്ളിയിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം റൈസ്ല അവളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. പക്ഷെ ആ ഒരു സമയത്ത് വീട്ടിലെ സാധനങ്ങളെല്ലാം ആരോ തല്ലി തകർത്തിട്ടേക്കാണ്. ഇവൾ അങ്ങോട്ടേക്ക് വന്ന് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ സ്റ്റെപ്പ് മദർ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയണോ? കടക്കാര് വന്ന് ചെയ്തിട്ട് പോയതാ ഇതെല്ലാം, നിനക്കിപ്പോ സമാധാനായില്ലേ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ സ്വയം കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുന്നു. ഞാൻ നേരെ ചൊവ്വായി ബിസിനസ് കാര്യങ്ങൾ നോക്കാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളുടെ ഫാമിലി ഇപ്പോ എത്രത്തോളം മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇവള് അച്ഛനോട് ഞാൻ മിസ്റ്റർ മോയെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോ അച്ഛൻ അപ്പോ ലിയോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഞങ്ങള് പിരിഞ്ഞു എന്ന് പറയുന്നു. അപ്പോ അത് കേൾക്കുമ്പോ അവളുടെ സ്റ്റെപ്പ് മദറിന് നല്ല സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം റേച്ചല് നമ്മുടെ മോയുടെ അമ്മയെ കാണാൻ വന്നിട്ട് അവരോട് ഞാൻ നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അപ്പോ അവര് ഇവളോട് നീ എന്തിനാ മോയെ വിവാഹം കഴിക്കുന്നത്? ഞങ്ങളുടെ ഇത് ഒരു റിച്ച് ഫാമിലിയാണ്, അത് കണ്ടിട്ടാണോ നീ ഈ കുടുംബത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൾ അവരോട് ഒരിക്കലും അല്ല, ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പ്രത്യേക സിമ്പതി തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ മകനെ കൺട്രോൾ ചെയ്ത് നേർവഴിക്ക് കൊണ്ടുവരാൻ ഒരു ഭാര്യയല്ലേ, അതിന് ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ മകനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ ഞാൻ എത്തിക്കാം എന്ന് പറയുന്നു. ആ ഒരു വാക്ക് കൊടുത്തിട്ട് റൈച്ചൽ അവിടെ നിന്ന് ഇറങ്ങുന്നു. പക്ഷെ അതേ സമയം തന്നെയാണ് മോ അവന്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ റേച്ചല് ഇവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് എന്താ എനിക്ക് എന്റെ വീട് വല്ലതും മാറിപ്പോയോ എന്ന് ചോദിച്ച് അവൻ ബോർഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവളോട് വന്ന് നീ എന്റെ വീട്ടിൽ എന്ത് ചെയ്യാ? ഇനി നീ എന്നോട് പ്രണയം തോന്നിയിട്ട് എന്റെ പിന്നാലെ വല്ല നടക്കാണോ? എന്നെ ഫോളോ ചെയ്ത് വന്നതാണോ? പക്ഷേ ഞാനൊരു സത്യം പറയാം, ഞാൻ മുന്നേ പറഞ്ഞതൊക്കെ വെറുതെയാ, ഞാൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോ നമ്മുടെ റേച്ചല് ഒന്ന് പോയെ എന്ന് പറഞ്ഞിട്ട് അവള് അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അവളുടെ കാല് പെട്ടെന്ന് സ്ലിപ്പായിട്ട് അവള് വീഴാൻ പോകുന്നുണ്ട്. പക്ഷെ അവള് വീഴുന്നില്ല, അവളുടെ കാല് ഉളുക്കുന്നു. മോ അവളുടെ അടുത്തേക്ക് പെട്ടെന്ന് വന്ന് എന്ത് പറ്റി, ഹോസ്പിറ്റലിൽ പോണോ എന്ന് ചോദിക്കുമ്പോ അവള് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൾക്ക് നടക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മോ തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അങ്ങനെ ഇപ്പോ ഡോക്ടറിനെയൊക്കെ കണ്ടിട്ട് ഇവള് കുഴപ്പമൊന്നുമില്ലാണ്ട് വന്നിട്ട് ഇവനോട് അവിടെ കൊണ്ടെത്തിച്ചതില് താങ്ക്സ് പറയുന്നു. അപ്പോ മോ അവളോട് താങ്ക്സ് മാത്രമേ ഉള്ളോ, ഒരു ഹഗ്ഗെങ്കിലും തന്നൂടെ എന്ന് ചോദിക്കുമ്പോ ഇവൾ അവന് നല്ലത് കൊടുക്കുന്നു. അപ്പോ ഇവളെ എപ്പോഴും ഇവനിങ്ങനെ ആക്രമിക്കാറാണല്ലോ പതിവ്, അതുകൊണ്ട് തന്നെ നീ ഒരു പെണ്ണ് തന്നെയാണോ, നിന്നെ പോലെ ഒരുത്തിയൊക്കെ വിവാഹം കഴിക്കുന്നവന്റെ ഭാഗ്യക്കേട്, അല്ലാതെ എന്ത് പറയാനാ എന്ന് പറഞ്ഞോട് നിൽക്കുമ്പോൾ തന്നെ ഇവന്റെ അമ്മ ഇവനെ ഫോൺ ചെയ്തിട്ട് ഉടനെ തന്നെ നിനക്കും റേച്ചലും വിവാഹമാണ് എന്ന കാര്യം അറിയിക്കുന്നു. അത് കേട്ട് ഇവൻ ഫുള്ള് സ്തംഭിച്ചു പോവുകയാണ്. എന്നിട്ട് ഇവളോട് നീ എന്ത് എന്റെ അമ്മയെ മയക്കെടുത്തത് എന്ന് ചോദിക്കുമ്പോ ഇവള് അതൊന്നും നീ ഇപ്പൊ അറിയേണ്ട കാര്യമില്ല, അറിഞ്ഞിട്ടും നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് നീ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇവൻ അത് കേട്ട് ഫുള്ള് ഷോക്കായി ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ്. ഇവൻ പലപ്പോഴായിട്ട് നമ്മുടെ റേച്ചലിന്റെ പിന്നാലെ നടന്ന് ഞാൻ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതൊന്നും ഒരു റിയൽ ആയിട്ട് ആയിരുന്നില്ല, ഒരു തമാശയായിട്ടാണ് അവനത് ചെയ്തിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അവനൊരു പ്ലേ ബോയ് ആണ്, സോ ആ രീതിയിലാണ് അവൻ ആ കാര്യങ്ങളൊക്കെ കണ്ടത്. പക്ഷെ അതെല്ലാം തന്നെ ഇപ്പോ സീരിയസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ റേച്ചലിന്റെയും മോയുടെയും വിവാഹ ദിവസമാണ്. റേച്ചല് വധുവിന്റെ വേഷത്തില് അവളുടെ അച്ഛനോടൊപ്പം വേദിയിലോട്ട് എത്തുന്നു. മോയും വിവാഹ വേഷത്തില് വളരെ സുന്ദരനായിട്ട് നമ്മുടെ റേച്ചലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പക്ഷെ അവൻ പൂർണ്ണ സമ്മതത്തോടു കൂടിയൊന്നുമല്ല ആ ഒരു വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ കൈയൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണ്. കെട്ടിയിട്ടാണ് ഇപ്പോ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ റേച്ചല് മോയുടെ അടുത്തേക്ക് വന്നിട്ട് നിന്നെ കാണാൻ വളരെ സുന്ദരനായിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇവൻ അവളോട് നീയല്ലേ പറഞ്ഞത് ഒരു പട്ടിയെ കല്യാണം കഴിച്ചാൽ പോലും നീ എന്നെ പോലെ ഒരുത്തന്നെ കല്യാണം കഴിക്കില്ലെന്ന്, പിന്നെ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഇവള് നീ ഇപ്പൊ കുറയ്ക്കുന്നത് കറക്റ്റ് പട്ടിയെ പോലെ, അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തില് ഇപ്പൊ പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പോ മോ അവളോട് നീ എന്നെ കല്യാണം കഴിച്ചാല് നീ ഒരിക്കലും സന്തോഷം അനുഭവിക്കില്ല എന്ന് പറയുമ്പോ ഇവള് സന്തോഷമൊക്കെ ആർക്ക് വേണം എന്ന് ചോദിച്ചുകൊണ്ട് ഇവള് അവനെ വലിച്ചെടുത്തോണ്ട് പോകുന്നു. അങ്ങനെ ഇപ്പോ ആ ഒരു വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പാരന്റ്സിന് കോഫിയോ ചായയൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, സോ അതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ റേച്ചല് മോയുടെ അമ്മയ്ക്ക് ചായ കൊടുക്കുന്നു. അതിനുശേഷം മോയും ഇവളുടെ പാരന്റ്സിന് അതേപോലെ കോഫി കൊടുക്കണം, പക്ഷെ അവൻ കൊടുക്കാതെ മാറി നിൽക്കാണ്. അപ്പൊ റേച്ചല് തന്നെ അവന് നല്ലത് കൊടുത്തിട്ട് കൊടു
പോട്ട് എന്ന് പറഞ്ഞിട്ട് അവനെ തട്ടിവിടുന്നു. അങ്ങനെ അവനും മടിച്ച് അവർക്ക് ചായ കൊടുക്കുന്നു. അതിനുശേഷം മോയുടെ അമ്മ മരുമകൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കാറ്, വീട്, അൺലിമിറ്റഡ് ബ്ലാക്ക് കാർഡ് എന്നിങ്ങനെ വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ നൽകുന്നു. അപ്പൊ മോ അത് കണ്ട് അമ്മേ ഇതെല്ലാം എനിക്കുള്ളതല്ലേ, എന്തിനാ ഇപ്പൊ ഇവൾക്ക് ഇതൊക്കെ കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അമ്മ ഇന്ന് മുതൽ ഇതിലെല്ലാം ഇനി ഇവൾക്കും അവകാശമുണ്ട്. എന്റെ ഫാമിലിയുടെ മുഴുവൻ ചുമതലയും ഇന്ന് മുതൽ എന്റെ മരുമകൾക്കായിരിക്കും എന്ന് പറഞ്ഞ് അവിടെയും ഇവര് അവനെ തോൽപ്പിക്കുന്നു. അതിനുശേഷം ഇവര് രണ്ടുപേരും വന്നിട്ടുള്ള ഗസ്റ്റിനോടൊക്കെ നന്ദി പറയാനായിട്ട് ചെല്ലുന്നു. അപ്പോ ഇവിടെ നമ്മുടെ മോയുടെ ഫ്രണ്ട്സ് ഇവനോട് വളരെ സഹതാപത്തില് ഓ നീ പെട്ടല്ലേ അളിയ, ഇനി നിന്റെ ഒരു പരിപാടിയും നടക്കില്ല, മര്യാദയ്ക്കൊക്കെ നിന്നാല് നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ വൈഫ് നിന്നെ വരച്ച വരയിൽ നിർത്തിക്കോളും എന്നൊക്കെ ഇവനെ ആക്കി സംസാരിക്കുന്നു. അതായത് ഇവളിപ്പോ എല്ലാവരുടെ മുന്നിലും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള വൈഫ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവന്റെ ഫ്രീഡം നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് കുത്തി സംസാരിക്കുന്നത്. അപ്പൊ റേച്ചല് അതൊക്കെ കേട്ട് ചിരിച്ചോണ്ട് അവരോട് നിന്നോടൊക്കെ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്റെ ഹസ്ബൻഡിനെ വിളിച്ചോണ്ട് ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് പോയാല് എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, അതുകൊണ്ട് തന്നതും തിന്നിട്ട് എഴുന്നേറ്റ് പൊക്കോണം എന്ന് പറയുമ്പോ അവരും ഒന്ന് പേടിച്ച് അയ്യോ ഞങ്ങളതേ പോയേ, ഞങ്ങളായിട്ട് ഒരു ശല്യത്തിനും ഇല്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇവരുടെ അടുത്തേക്ക് ലീവ് വരുന്നു. അവനും ആ ഒരു ഫംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അവൻ വന്ന് എന്തോ വലിയൊരു ത്യാഗം ചെയ്തതുപോലെ, അതായത് അവന്റെ എന്തോ വേണ്ടപ്പെട്ടത് നമ്മുടെ മോയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് പോലെ, നീ ഇവളെ പൊന്നുപോലെ നോക്കണേ അളയാ, നിങ്ങൾ തമ്മിലായിരുന്നു ഒന്നിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ റേച്ചല് പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ കേൾപ്പില്ലാത്ത നിന്റെ ഉപദേശമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറയുമ്പോൾ മോയും ചിലക്കാൻ ഇവിടുന്ന് ഇറങ്ങി പോവാനായിട്ട് അവനോട് പറയുന്നു. അപ്പോ ലീയും ഇവരോട് നിങ്ങള് എന്ത് നല്ല ജോഡികളാ, തർക്കിക്കാനായില്ല നിങ്ങൾ ഒരുമിച്ചാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവര് രണ്ടുപേരും ഒരേ സ്വരത്തിൽ അവനോട് അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. അങ്ങനെ അവനും അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം മോ ഇവളോട് ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവനെ പറഞ്ഞു വിട്ടത്, എനിക്ക് അവനെ കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഇവളും ഓ നീ ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ ഇവിടെ പിടിച്ചു വെച്ചാനെ, ഒന്ന് പോയട ചെറുക്ക എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും സ്റ്റണ്ട് തുടങ്ങുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ റേച്ചല് വിവാഹമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ മോയുടെ വീട്ടിലാണ് ഉള്ളത്. പക്ഷെ അതേ സമയം തന്നെ അവിടുത്തെ സെർവന്റ് അങ്ങോട്ടേക്ക് വന്ന് ഇവളോട് മിസ്റ്റർ മോ ക്ലബിലേക്ക് പോയി എന്ന് ഇവളോട് പറയുന്നു. ഇവൾക്കത് കേട്ട് നല്ല ദേഷ്യം വരികയാണ്. അവനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവള് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ ക്ലബില് നല്ലോണം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് മോയും അവന്റെ ഫ്രണ്ട്സും. കല്യാണം കൂടാൻ വന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ, അവര് ഇപ്പോഴും ഇവന്റെ കൂടെ തന്നെയുണ്ട്. അവര് ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ വൈഫ് അറിഞ്ഞാലുള്ള അവസ്ഥ പറയണ്ടല്ലോ മോനെ, ഇന്ന് നിന്റെ കല്യാണമായിട്ട് നീ ഇങ്ങോട്ട് വന്നത് ഒട്ടും ശരിയായില്ല, അവിടെ നിന്റെ വൈഫ് ഒറ്റയ്ക്ക് ഇരിക്കായിരിക്കും എന്ന് പറയുമ്പോ മോ അവള് ഒറ്റയ്ക്ക് തന്നെ ഇരിക്കട്ടെ, അവളുടെ കാര്യമൊന്നും എന്റെ അടുത്ത് പറയില്ലേ, എനിക്ക് കേൾക്കുകയും വേണ്ട, നിങ്ങൾ ഇപ്പൊ എൻജോയ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ഡോറ് ചവിട്ടി പൊളിച്ച് നമ്മുടെ റേച്ചല് ഒരു ഏഞ്ചലിനെ പോലെ അങ്ങോട്ട് വരുന്നു. മോ ഇവളെ കണ്ട് നല്ലതുപോലെ പേടിക്കുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഭയങ്കര ബിൽഡപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ്. റേച്ചല് അങ്ങോട്ടേക്ക് വന്ന് മോയോട് എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞില്ലേ ഹസ്ബൻഡ്, ഇനി എന്റെ കൂടെ വീട്ടിലേക്ക് വന്നൂടെ എന്ന് ചോദിക്കുമ്പോ മോ ഇല്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് തീർത്തു പറയും. അപ്പോ അവൻ ആ ഒരു ധൈര്യത്തിൽ സംസാരിക്കുമ്പോ ഫ്രണ്ട്സ് എല്ലാവരും അവനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങളുടെ അടിമയായിട്ട് ജീവിക്കാൻ പാടില്ലടാ, ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ റേച്ചല് ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വൈൻ ബോട്ടിൽ എടുത്ത് തല്ലി പൊട്ടിച്ച് ഇപ്പോഴും നിനക്ക് വരാൻ സമ്മതമല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഞാൻ വരില്ല, നിനക്ക് പറ്റുന്നത് ചെയ്യാനായിട്ട് പറയുന്നു. ഉടനെ തന്നെ ഇവള് ആ ഒരു ബോട്ടിൽ ഇവന്റെ നെഞ്ചില് കുത്തി ഇറക്കുന്നു. എന്നിട്ട് ഇവനോട് ഇനി മുതൽ നിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം എനിക്കുള്ളതാ എന്ന് പറഞ്ഞു ചിരിക്കുന്നു. പക്ഷെ അത് നടന്നതല്ല, ഇവൻ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇവൻ നോ പറഞ്ഞാലോ ചിലപ്പോ ഇവള് അതേപോലെ ചെയ്താലോ എന്ന് കരുതി ഇവൻ അവളോട് ശരി ഞാൻ വരാം എന്ന് പറയുമ്പോ അവളും മിടുക്കൻ എന്ന് പറഞ്ഞിട്ട് അവന്റെ തന്നെ ബെൽറ്റ് അഴിപ്പിച്ച് അവിടെ വെച്ച് ഇവന്റെ കയ്യില് കെട്ടിമുറുക്കി അവനെ അവിടെ നിന്ന് വലിച്ചെടുത്തോണ്ട് പോകുന്നു. അതിനുശേഷം ഇവനിപ്പോ വീട്ടിലേക്ക് വന്നിട്ട് ഇവളുടെ ശല്യം സഹിക്കാൻ വയ്യല്ലോ, അതുകൊണ്ട് തന്നെ എന്തായാലും ഇവളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണമെന്ന് തീരുമാനിക്കുന്നു. അപ്പോ അതിനായിട്ട് അന്ന് നൈറ്റ് ഇവരുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ, സോ ഇവളുടെ അടുത്ത് അതിനായിട്ട് ചെല്ലുന്നു. നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ മോളെ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, വാ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുന്നു. അപ്പോ ഇവളൊന്ന് നല്ലതുപോലെ നെർവസ് ആവുന്നുണ്ട്. ഇപ്പോഴോ നമുക്ക് മറ്റൊരു ദിവസം പോരെ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഇല്ല ഇന്ന് തന്നെ വേണം, നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും നമുക്കിതൊക്കെ ആവാം എന്ന് പറയുമ്പോ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ മനഃപൂർവ്വം തന്നെയാണ് ഇത് കാണിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇവളും എങ്കിൽ പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവനോട് വളരെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നു. അപ്പോ ആദ്യം കണ്ട് പേടിച്ച് ഇവൻ അയ്യോ വേണ്ട നീ പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ ഒരു ദിവസം മതി, ഞാനിപ്പോ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവൻ താഴെ ഇറങ്ങി കിടക്കുന്നു. അപ്പൊ റേച്ചല് ഇവന്റെ ആ ഒരു കള്ളത്തരം പൊളിച്ചത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പില്ലോ എടുത്ത് അവനെ എറിഞ്ഞിട്ട് എന്നോടാണോ നിന്റെ കളി എന്ന് ചോദിക്കുന്നു. അങ്ങനെ അന്ന് നൈറ്റ് ഇവൻ തറയിലും അവള് ബെഡിലും കിടന്ന് ഉറങ്ങുന്നു.
പക്ഷെ പിറ്റേന്ന് രാവിലെ ഇവർ എഴുന്നേൽക്കുമ്പോ ഇവര് രണ്ടുപേരും ഒരു ബെഡിലാണുള്ളത്. അത് കണ്ട് റേച്ചല് നീ എങ്ങനെയാടാ എന്റെ ബെഡിൽ വന്നത് എന്ന് ചോദിച്ച് ഇവനെ തള്ളി തറയിലിടുന്നു. അപ്പൊ ഇവനും എനിക്ക് അറിയില്ല, അറിയാതെ സംഭവിച്ചു പോയതാ മാഡം, ഇനി ആവർത്തിക്കില്ല എന്ന് പറയുമ്പോ റേച്ചല് ശരി ശരി എന്തെങ്കിലും ആവട്ടെ, പെട്ടെന്ന് പോയി റെഡിയാവും, നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ജോലിക്ക് പോണം എന്ന് പറയുമ്പോ മോ അതെങ്ങനെ ശരിയാവും, നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കിന്ന് ലീവ് എടുത്തേ പറ്റൂ എന്ന് പറയുമ്പോ റേച്ചല് ഇത്രയും നാളും നിനക്ക് ലീവ് തന്നെ അല്ലായിരുന്നോ, അതുകൊണ്ട് ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവന്റെ ചെവിക്ക് പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോകുന്നു. അതിനുശേഷം ഇപ്പൊ ഇവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കാണ്. അപ്പൊ റേച്ചല് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്മയോട് ഞാൻ ജോലിക്ക് പോവാണ് അമ്മ എന്ന് പറയുമ്പോ അമ്മ മോളെ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ പോയാ പോരെ എന്ന് ചോദിക്കുമ്പോ മോ അമ്മയോട് അവള് പോട്ടമ്മേ പോയി പണിയെടുക്കട്ടെ എന്ന് പറയുമ്പോ റേച്ചല് അമ്മയോട് അമ്മേ ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടിയാ ജോലിക്ക് പോകാൻ പോകുന്നത് എന്ന് പറയുമ്പോ മോ അമ്മയോട് അമ്മേ എന്നെ രക്ഷിക്ക്, എനിക്ക് ഇന്ന് ഒരു ദിവസത്തേക്ക് ലീവ് താ എന്ന് പറയുമ്പോ അമ്മ ഇന്നലെ മുതൽ നിനക്കൊരു വൈഫായി, ഇനി നിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവളായിരിക്കും, ഞാൻ അതിലൊന്നും ഇടപെടില്ല എന്ന് പറഞ്ഞ് അമ്മയും കൈയൊഴിയുമ്പോ റേച്ചൽ അവനെ നൈസായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. പക്ഷെ പുറത്തു വന്നിട്ടും മോ താൻ കമ്പനിയിലോട്ട് വരില്ല എന്നൊരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കാണ്. അപ്പൊ റേച്ചല് നീ എന്തായാലും അങ്ങോട്ട് വന്നേ പറ്റൂ, നീയാണ് ഇനി മുതൽ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത്, 10 മണിക്ക് അതിന്റെ മീറ്റിംഗ് ആണ്, തീർച്ചയായും വന്നേ പറ്റൂ എന്ന് പറയുമ്പോ ഇവൻ ചെയർമാനോ ഞാനോ എനിക്കൊന്നും പറ്റില്ല, ഞാൻ എന്തായാലും വരില്ല എന്ന് പറയുമ്പോ ഇവള് ശരി പക്ഷേ നീ എന്തായാലും അങ്ങോട്ട് വരും, എനിക്കതിനുള്ള വഴികൾ അറിയാം, അപ്പൊ ശരി ഓഫീസിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് റേച്ചൽ അവിടെ നിന്ന് പോകുന്നു. മോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, സാധാരണ അങ്ങനെയല്ലല്ലോ, കെട്ടി വലിച്ചായാലും അവള് കൊണ്ടുപോകുന്നതല്ലേ, ഇപ്പൊ അവള് വളരെ സൈലന്റ് ആയിട്ട് പോയത് കൊണ്ട് തന്നെ ഇവൻ ഫുള്ള് കൺഫ്യൂഷനിലാവുന്നു. അതിനുശേഷം റേച്ചല് ഇപ്പോ കമ്പനിയിലെത്തി അവരുടെ മീറ്റിംഗ് തുടങ്ങാനായിട്ട് പോവുകയാണല്ലോ. അതിനു മുന്നേ ഇവള് അവളെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും നൽകുന്നു. പക്ഷെ അപ്പോഴും മോ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവള് തന്നെ ആ ഒരു കാര്യം എല്ലാവരോടും അനൗൺസ് ചെയ്യുന്നു. അതായത് ഇനി മുതൽ ഈ കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നത് മോ ആയിരിക്കുമെന്ന്. ഇതിനു മുന്നേ അവന്റെ അമ്മയായിരുന്നല്ലോ. പക്ഷെ ബോർഡ് മെമ്പേഴ്സിന് ഒന്നും തന്നെ അത് ഉൾക്കൊള്ളാനേ ആവുന്നില്ല. നല്ലതുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കമ്പനി നശിപ്പിക്കാനാണോ അവനെ ഏൽപ്പിക്കുന്നത്? അവന് തിന്നാനും കുടിക്കാനും ഊര് ചുറ്റി നടക്കാനോ അല്ലാണ്ട് വേറെ എന്തിനാ അറിയാവുന്നത്? അവനൊക്കെ നിന്നാല് ശരിയാവില്ല എന്ന് പറയുമ്പോ റേച്ചല് നിങ്ങളെ ദയവായിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക, നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു, പക്ഷെ ഇനി മുതൽ എന്തായാലും അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞ് മോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരാരും തന്നെ ഇവളെ പറയുന്നത് കേൾക്കുന്നില്ല, ബഹളം വെച്ചോണ്ടിരിക്കാണ്. പക്ഷെ അപ്പോഴേക്കും മാസായിട്ട് കുട്ടികളേക്ക് മാറ്റി നല്ല ഗൗരവത്തില് നമ്മുടെ മോ അങ്ങോട്ട് എത്തുന്നു. അവന്റെ ആ ഒരു വരക്കം കാണുമ്പോ തന്നെ എല്ലാവരും സൈലന്റ് ആവുന്നു. മോ വളരെ സീരിയസ് ആയിട്ട് അങ്ങോട്ട് വന്ന ഞാൻ തന്നെയാണ് ഇനി മുതൽ ഈ കമ്പനിയുടെ ചെയർമാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്പീച്ച് അവസാനിപ്പിക്കുന്നു. അവന്റെ ആ ഒരു സീരിയസ്നെസ് കണ്ട് റേച്ചല് പോലും അന്തം വിട്ടു പോവാണ്. അതിനുശേഷം ഇവൻ ഓഫീസിലിരിക്കുമ്പോ റേച്ചല് വന്നിട്ട് അവനോട് ഇന്ന് നിന്റെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു, ഇനിയും ഇതുപോലെ തന്നെ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ എന്ന് പറയുമ്പോ ഇവൻ ഇനിയുമോ? അതൊരിക്കലും നടക്കില്ല, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ തന്നെ കാരണം നീ എന്റെ കാർഡ് ബ്ലോക്ക് ആക്കി വെച്ചതുകൊണ്ടാ, മര്യാദയ്ക്ക് അത് അൺബ്ലോക്ക് ആക്കിക്കോ എന്ന് പറയുമ്പോ ഇവള് ഒരു ഫയൽ എടുത്ത് അവനെ ഏൽപ്പിച്ച് നീ ആദ്യം ഇത് ചെക്ക് ചെയ്ത് ഇതിൽ സൈൻ ചെയ്യാൻ നോക്ക്, അല്ലാത്ത പക്ഷം ഞാൻ കാർഡ് അൺബ്ലോക്ക് ചെയ്യില്ല എന്ന് പറയുമ്പോ ഇവൻ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ഫയലിൽ സൈൻ ചെയ്യില്ല, വേണമെങ്കിൽ നീ തന്നെ ചെയ്തോ എന്ന് പറയുമ്പോ ഇവള് അത് ശരിയാണല്ലോ, ഞാനല്ലേ ചെയർമാന്റെ വൈഫ്, എങ്ങനെയാ സൈൻ വാങ്ങേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അതിനുശേഷം ഇവള് നേരെ അവിടുത്തെ മാനേജറിനെ കാണാനായിട്ടാണ് വരുന്നത്. കാരണം ഇവള് ആ ഒരു ഫയല് ചെക്ക് ചെയ്ത സമയത്ത് അതിൽ കോടികളുടെ അഴിമതിയാണ് കണ്ടെത്തിയത്. അത് ചെയ്തത് ഈ മാനേജറും. സോ അതിനെപ്പറ്റി ഇവളിപ്പോ ഇയാളോട് വന്ന് ചോദിക്കുന്നു, ഈ ഫയല് ഒന്നുകൂടെ നേരെ ചെക്ക് ചെയ്യണം എന്ന് പറയുമ്പോ അയാള് നീ ആരാടി എന്നോട് ആജ്ഞാപിക്കാൻ, നീ ഇവിടെ ഇന്ന് കയറി വന്ന അസിസ്റ്റന്റ് അല്ലേ, നിന്റെ ഭർത്താവ് പറഞ്ഞാൽ പോലും ഞാൻ അനുസരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ വളരെ അഹങ്കാരത്തിൽ സംസാരിച്ച് ഇവളുടെ അടുത്തേക്ക് അയാൾ ക്ലോസ് ആയിട്ട് വരികയാണ്. ഇവളും അതുകൊണ്ട് തന്നെ പിന്നോട്ട് നടക്കാണ്. ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇവള് കാല് സ്ലിപ്പായിട്ട് പെട്ടെന്ന് വീഴാൻ പോകുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് മോ വന്ന് അവളെ താങ്ങി നിർത്തുന്നു. എന്നിട്ട് ആ ഒരു ഫയല് വാങ്ങിയിട്ട് അവിടുത്തെ മറ്റൊരു സ്റ്റാഫിനോട് അത് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറയുന്നു. ആ ഒരു സ്റ്റാഫും ചെക്ക് ചെയ്തിട്ട് ഇതില് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, കോടികളിലെ തിരുമറിയാണ് നടത്തിയേക്കുന്നത് എന്ന് പറയുമ്പോ മോ അയാളോട് ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കുന്നില്ല, നേരെ അയാളെ ഡിസ്മിസ് ചെയ്യുന്നു. എന്നിട്ട് ഇവളെയും തൂക്കിയെടുത്ത് പോവാൻ തുടങ്ങുമ്പോ ആ മാനേജർ ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ്, എന്നെ പുറത്താക്കിയാൽ നീ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും മോ അതൊന്നും തന്നെ ചെവി കൊടുക്കുന്നില്ല. അതിനുശേഷം ഇവളുടെ കാല് സ്ലിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല വേദനയുണ്ട്. സോ അവളെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കണ്ട് മോ അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് ഇവൻ തന്നെ അവളുടെ കാലില് മരുന്ന് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇവളോട് സാധാരണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇങ്ങനെ അല്ലല്ലോ നീ പെരുമാറുന്നത്, ചാൻസ് റാണിയല്ലേ, പിന്നെ മാനേജറിന്റെ കാര്യത്തില് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഇവള് അയാള് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള എംപ്ലോയി അല്ലേ, അതുകൊണ്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്താല് അത് നമുക്ക് തന്നെയല്ലേ ദോഷം ചെയ്യുന്നത് എന്ന് പറയുമ്പോ ഇവൻ ആ മിസ്റ്റേക്ക് നീ ഫയൽ തന്നപ്പോ തന്നെ ഞാൻ കണ്ടുപിടിച്ചതാണ്,
അത് നീ തന്നെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ നിന്നോട് അത് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇപ്പോ ഞാനല്ലേ നിന്നെ സഹായിച്ചത്, അതുകൊണ്ട് ഞാൻ ചെയ്ത ഉപകാരത്തിന് പെട്ടെന്ന് എന്റെ കാർഡ് അൺബ്ലോക്ക് ആക്ക് എന്ന് പറയുമ്പോ ഇവള് അത് മാത്രം നടക്കില്ല മോനെ, നീ കമ്പനി കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നോക്കി നല്ലൊരു പേരെടുത്താൽ മാത്രമേ ഞാനത് ചെയ്യൂ എന്ന് പറയുമ്പോ മോ അപ്പോ നീ പറഞ്ഞു വരുന്നത് ഞാനൊരു നല്ലവനല്ലെന്നാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ തമ്മിൽ ഫൈറ്റ് ആവുന്നു. പക്ഷെ അത് കണ്ടുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് വരുമ്പോ ഇവരുള്ളത് ഈ ഒരു പോസിലാണ്. പക്ഷെ അമ്മ അത് കണ്ട് തെറ്റിദ്ധരിച്ച് അയ്യോ ഞാൻ റോങ് ടൈമിലാണല്ലേ വന്നത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവര് പോകുന്നു. അപ്പോ ഇവര് പെട്ടെന്ന് നേരെയായിട്ട് റേച്ചൽ ഇവനോട് നീ നല്ലതുപോലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയാൽ മാത്രമേ മോ ഫാമിലിയുടെ സ്വത്തുക്കള് നിന്റെ കയ്യിൽ എത്തിച്ചേരൂ എന്ന് പറയുമ്പോ മോ എനിക്കതിലൊന്നും ഒരു താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവള് അതിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്റെ കാര്യങ്ങളെങ്കിലും നേരെ ചൊവ്വേ ചെയ്, നീ മര്യാദയ്ക്ക് പണിയെടുക്ക, അല്ലാത്ത പക്ഷം ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഇവനും ശരി ശരി ഞാൻ ജോലി എടുക്കാം എന്ന് പറയുമ്പോ ഇവളും അവന് പഠിക്കാനായിട്ട് ഒരുപാട് ഫയലൊക്കെ കൊടുക്കുന്നു. പക്ഷെ അതൊക്കെ കണ്ട് ഇവന്റെ കീഴെ പോവാണ്. പരിചയമില്ലാത്ത ജോലിയാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ഷീണിക്കുന്നു. സോ എന്തൊക്കെയോ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും റേച്ചലിനെ അവളുടെ സ്റ്റെപ്പ് മദറെ വിളിച്ചിട്ട് മരുമകനെയും കൂട്ടി വീട്ടിലേക്ക് വരാനായിട്ട് പറയുന്നു. അപ്പൊ ഇവൾ അവരോട് വരില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അച്ഛൻ വിളിക്കുമ്പോ ഇവൾക്ക് നോ പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരാമെന്ന് പറയുന്നു. അപ്പോഴേക്കും മോ അവന്റെ വർക്ക് ടൈം കഴിഞ്ഞു ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോ ഇവള് നിനക്ക് പുറത്തു പോയി ചില്ല് ചെയ്യാൻ പൈസ ആവശ്യമില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവനും അതെ അതെ എനിക്ക് പൈസ വേണം തരാനായിട്ട് പറയുന്നു. അപ്പോ ഇവളും അവനൊരു പേഴ്സ് എടുത്ത് കൊടുക്കുന്നു. മോ വലിയ കാര്യത്തില് അത് തുറന്നു നോക്കുന്നു. പക്ഷെ അതില് വെറും 50 രൂപയാണ് ഉണ്ടായിരുന്നത്. 50 രൂപയോ, ഇതുകൊണ്ട് എന്താവാനാ എന്ന് ചോദിക്കുമ്പോ ഇവള് വേണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്ക് എന്ന് പറയുമ്പോ ഇവൻ ഇല്ലില്ല എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഗതികേടില് അത് വാങ്ങി വെക്കുന്നു. അപ്പൊ റേച്ചല് വീണ്ടും കുറച്ച് അധികം പൈസ എടുത്ത് കാണിച്ചിട്ട് നിനക്ക് ഇത് വേണോ, വേണമെങ്കിൽ നീ എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വരണം എന്ന് പറയുമ്പോ ഇവൻ വരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവള് വരില്ലെങ്കിൽ വേണ്ട, ഈ പൈസ കിട്ടാൻ പോകുന്നില്ല അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവള് പോകുമ്പോ ഓ ഞാൻ വരാം അതെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവനും പുറകെ തന്നെ ചെല്ലുന്നു. അതിനുശേഷം ഇപ്പൊ ഇവിടെ റേച്ചലിന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോ അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററും കൂടി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവളുടെ പേര് നോവ എന്നാണ്. അവള് പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് എത്തിയത്. പക്ഷെ ഇവൾക്ക് നമ്മുടെ റേച്ചലിനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നു കയറിയപ്പോ മുതൽ അതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇവര് രണ്ടുപേരും നല്ല ജോഡികളായിട്ട് അങ്ങോട്ട് എത്തുന്നു. അപ്പൊ നോവയ്ക്ക് മോയെ കാണുമ്പോ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അവൻ ഒന്നാമത് ഒരു കോടീശ്വരൻ കൂടിയാണ്, മാത്രമല്ല നേരിട്ട് കാണുമ്പോ അടിപൊളി ഹാൻസം. സോ ഇവൾക്ക് അവനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ അവനോട് ചേട്ടാ ഞാനാണ് നോവ, റേച്ചലിന്റെ സിസ്റ്റർ ആണ്, ഞാൻ ഗ്രാജുവേറ്റ് ആയി ഇപ്പൊ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ എന്ന് പറയുമ്പോ അവനും ആ പേര് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. അപ്പോ ഇവള് അമ്മയോട് എന്ത് നല്ല സുന്ദരനാ, കോടീശ്വരനും, അയാളെ എനിക്ക് വല്ലതും കിടിച്ചു തന്നാ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അമ്മ മോളെ നിന്റെ ചിന്തകള് എങ്ങോട്ടാ പോകുന്നത്, അത് നിന്റെ സഹോദരിയുടെ ഹസ്ബൻഡ് ആണെന്ന് മറക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവൾക്കതൊന്നും തലയിൽ കയറുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവള് നേരെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മോയ്ക്ക് കൊടുക്കുന്ന പോലെ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ചേട്ടാ എനിക്ക് തല കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഇവന്റെ മുകളിലൂടെ വീഴാനായിട്ട് പോകുന്നു. പക്ഷെ മോയ്ക്ക് ഇവളുടെ ആ ഒരു അടവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരി നിനക്ക് സുഖമില്ലെങ്കിൽ ആ റൂമിലെങ്ങാനും പോയി കിടക്ക് എന്ന് പറഞ്ഞിട്ട് ഇവൻ അവളെ അവോയ്ഡ് ചെയ്യുന്നു. അപ്പോഴേക്കും റേച്ചല് അങ്ങോട്ടേക്ക് വന്ന് നോവയോട് നിനക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ അടുക്കളയിൽ പോയി നീ നിന്റെ അമ്മയെ സഹായിക്ക എന്ന് പറയുമ്പോ നോവ ചേച്ചി വല്ലപ്പോഴെങ്കിലും ചേട്ടനെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്, അല്ലാണ്ട് ഇങ്ങനെ സാരി തുമ്പിൽ കെട്ടിയിട്ട് പാവത്തെ ഇങ്ങനെ കൊല്ലാകൊല ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്ക് ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഇവളെ സംസാരിക്കുന്നു. പക്ഷെ ആദ്യവർക്ക് രണ്ടുപേർക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഇവളുടെ മുന്നിൽ ഇവളെ ശശിയാക്കുന്ന രീതിയിൽ വളരെ സ്നേഹത്തില് അവര് അഭിനയിച്ച് കാണിക്കാനായിട്ട് തുടങ്ങുന്നു. മോ റേച്ചലിനോട് നിന്നെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് റേച്ചൽ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ റേച്ചലും ആണോ ബേബി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് കൊഞ്ചി സംസാരിക്കുന്നു. ഇവൾക്ക് അത് കണ്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ അവളുടെ പണി പാളിയത് കൊണ്ട് ഫുഡ് കഴിക്കാനിരിക്കുമ്പോ വീണ്ടും മോയെ ഇംപ്രസ് ചെയ്യാനായിട്ട് അവന് ഫുഡും കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും മോ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇവളുടെ വീട്ടുകാരുടെ മുന്നിൽ ഒരുപാട് ഇവര് രണ്ടുപേരും സ്നേഹത്തിലാണ്, നല്ല റിലേഷൻഷിപ്പിലാണ് എന്ന് കാണിക്കാൻ വേണ്ടി വളരെ കരുതലോട് കൂടിയും സ്നേഹത്തോടു കൂടിയാണ് ഇടപെടുന്നത്. അച്ഛനും അത് കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ താഴെ ഇവര് രണ്ടുപേരും അവരുടെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇപ്പൊ മോ ഒരു ക്ലബിൽ വന്നിട്ട് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ അവനവന്റെ വിഷമങ്ങള് സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാർഡ് അൺബ്ലോക്ക് ചെയ്യാത്തതിനെ പറ്റിയും കയ്യിൽ 10 പൈസ ഇല്ലാത്തതിനെ പറ്റിയും അവനെ ഫ്രീ ആയിട്ട് റേച്ചൽ വിടാത്തതിനെ പറ്റിയും
അടുത്തേക്ക്. അതേസമയം തന്നെ അങ്ങോട്ട് നോവ ഇവന്റെ അടുത്തേക്ക് വന്ന്, ചേട്ടാ എനിക്കറിയാം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങള്. എന്റെ ചേച്ചി ഒട്ടും കൊള്ളാത്തവളാ. അവളെ ചേട്ടൻ സഹിക്കുന്നതാണെന്ന് എനിക്കറിയാം. ചേട്ടൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഇത്രയും ചീപ്പായിട്ടുള്ള സാധനം കഴിക്കണ്ട. ഞാൻ വില വെടുപ്പുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ഇവന് മനസ്സിലാവുന്നുണ്ട് ഇവനെ കറക്കിയെടുക്കാൻ തന്നെയുള്ള പ്ലാനിലാണെന്ന്. അതുകൊണ്ട് തന്നെ മോ അവളോട്, മോളെ ഇതെങ്ങാനും നിന്റെ ചേച്ചി അറിഞ്ഞാല് നിനക്കതത്ര നല്ലതായിരിക്കില്ല എന്ന് പറയുമ്പോ ഇവള്, ഓ ചേട്ടന് എന്റെ കാര്യത്തില് നല്ല ശ്രദ്ധയുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ, ഓ പിന്നെ എനിക്ക് എന്റെ കാര്യം തന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല, പിന്നെയല്ലേ നിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ അടുത്തേക്ക് ഇവര് രണ്ടുപേരും കൂടെ എത്തുന്നു. അവരിതുവരെയും പിരിഞ്ഞിട്ടില്ല, ഒന്നിച്ചു തന്നെയാണ് മിയയും ലിയും. എന്നിട്ട് നോവയോട്, ഞങ്ങൾ വിചാരിച്ചത് മോയെ നീ കല്യാണം കഴിക്കുന്ന, നീ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ സ്വത്തെല്ലാം നിനക്ക് കിട്ടിപ്പോയാനെ. നിനക്കായിരുന്നു മോളെ അതിന് യോഗ്യത കൂടുതല്. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്റെ ചേച്ചി അവനെ കിട്ടിയിട്ടല്ലേ കല്യാണം കഴിച്ചത്. ഇനിയിപ്പൊ പറയേണ്ട കാര്യമില്ല, അവളുടെ ലക്ക് എന്ന് പറഞ്ഞ് ഇവളെ എരികേറ്റിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അതെല്ലാം തന്നെ ഈ വണ്ടി വിശ്വസിക്കുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് രാവിലെ മോയും അതേപോലെ തന്നെ റേച്ചലും മോയുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ അപ്പോഴേക്കും നോവ അവരുടെ ആ ഒരു കാറിന് മുന്നിലേക്ക് എടുത്തു ചാടി അവളെ തട്ടിയതുപോലെ പെട്ടെന്ന് തറയിലേക്ക് വീഴുന്നു. സത്യത്തില് അവളെ ഇടിച്ചിട്ടില്ല. അപ്പൊ റേച്ചല് ഇറങ്ങി വന്നിട്ട്, നീ എന്താ നോവ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള്, ചേച്ചി ഞാൻ എന്റെ ഇന്റേൺഷിപ്പിനായിട്ട് നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാനാണ് വിചാരിക്കുന്നത്, ചേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്ന് പറയുമ്പോ റേച്ചല്, നിനക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണം, അസിസ്റ്റന്റ് ആവണം എങ്കില് എന്റെ അസിസ്റ്റന്റ് ആയിക്കോ എന്ന് പറയുമ്പോ അവൾ അത് കേൾക്കുന്നില്ല. അവൾക്ക് മോയുടെ അസിസ്റ്റന്റ് ആയാൽ മതി. മോയും അപ്പൊ അത് കേട്ട് അവളോട്, എന്റെ പൊന്നോ എനിക്ക് നിന്റെ ചേച്ചി തന്നെ അസിസ്റ്റന്റ് ആയിട്ട് മതി, നിന്നെ കൂടി സഹിക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. അപ്പൊ റേച്ചല്, എങ്കിൽ പിന്നെ മോളൊരു കാര്യം ചെയ്യ്, നീ ഞങ്ങളുടെ കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യണ്ട എന്ന് വിചാരിക്കുക എന്ന് പറയുമ്പോ അവള്, അയ്യോ വേണ്ട, ഞാൻ ചേച്ചിയുടെ അസിസ്റ്റന്റ് ആയിക്കൊള്ളാം, എനിക്ക് ജോലി ചെയ്യുന്നതാണ് മുഖ്യം എന്ന് പറഞ്ഞിട്ട്, ചേട്ടാ വന്ന് എന്നെ ഒന്ന് പിടിച്ചു എഴുന്നേൽപ്പിക്കുക, എന്റെ കാല് വയ്യ എന്ന് പറയുമ്പോ മോളെ കാല് വയ്യെങ്കില് ഒരു കാര്യം ചെയ്യ്, വീട്ടിലെങ്ങാനും പോയി റെസ്റ്റ് എടുക്കുക, ഇന്റേൺഷിപ്പിനൊന്നും വരണ്ട എന്ന് പറയുമ്പോ ഇവള്, അത്ര കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് തനിയെ എഴുന്നേറ്റ് നമ്മുടെ മോ ഇരിക്കുന്ന ബാക്ക് സീറ്റിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോ മോ അവളോട്, നീ ഇവിടെയൊന്നും കയറണ്ട എന്ന് പറഞ്ഞിട്ട് ഡോർ തുറക്കാൻ സമ്മതിക്കുന്നില്ല. റേച്ചലും വന്ന് നോവയോട്, നോവ നീ ഫ്രണ്ടിൽ പോയി കയറ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവള്, ചേച്ചി എന്റെ കാല് വയ്യാതിരിക്കുക, ബാക്കിലാവുമ്പോ എനിക്ക് നല്ലതുപോലെ ഇരിക്കാം എന്ന് പറയുമ്പോ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ടാക്സി വിളിച്ചു വാ, അതാവുമ്പോ നിനക്ക് കിടന്നോ ഇരുന്നോ നിന്നോ ഒക്കെ സുഖമായിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കാറെടുത്ത് ഇവളെ കൂട്ടാതെ അവിടെ നിന്ന് പോകുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇതൊരു കുറച്ച് ലോങ് ആയിട്ടുള്ള ഡ്രാമയാണ്, അതുകൊണ്ട് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണാം.